ഹലോ, ഇത് എസ് ഐ സേതുരാമനാണ്. 2014 ഒരേ പാറ്റേണിലുണ്ടായ മോഷണങ്ങളുടെ ലിസ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടാവോ? 2014 ശേഷം എന്ന് വെച്ചാൽ മറ്റുള്ള ഫയൽസും നോക്കേണ്ടി വരും സാർ. പക്ഷേ അത് 4-5 വർഷങ്ങൾക്ക് മുൻപ് അവിടെ 5-6 റോബറീസും നടന്നിട്ടുണ്ട്. പെട്ടെന്ന് ഓർമ്മ വന്നതാ സാറേ. ആ മോഷണം സംഭവിച്ചത് അത് പിന്നെ രാത്രി മോഷണം നടന്ന കാര്യം ആ വീട്ടുകാരറിയുന്നത് അടുത്ത ദിവസം രാവിലെയാണ്. അതുപോലെയാണ് മോഷണം നടന്നത്. ഇതിൽ കൂടുതലായിട്ട് വേറെ ഡീറ്റെയിൽസ് ഒന്നും ഇല്ല സാർ. സോറി, ഐ ആം വെരി സോറി സാർ. ഇവരെല്ലാവരും ഒരേ ഗ്രൂപ്പിലായിരിക്കും. നാഗയോട് ചോദിച്ചു സാറേ. ചെറിയൊരു ഗ്യാപ്പിൽ അവർ മിസ്സായത്. ദേവ, സീനു, നാഗ, ഇവർ 3 പേര് ഒരേ ഗ്യാങ്. അനോണിമസ് കോൾ. ദാറ്റ് വാസ് എ ഡീവിയേഷൻ. ദ ഡെവിൾ, ഹി ഈസ് ഇൻ ദ ഡീറ്റെയിൽസ്. ഇലക്ഷൻ ഡ്യൂട്ടിയാണത്ര. നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമുക്കൊരു എൻജോയ്മെന്റ് ഉണ്ടാവില്ലേടേ? എന്ത് ചെയ്യാനാ, നമ്മുടെ ജീവിതം അങ്ങനെയല്ലേ. ജീവിതകാലം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു തീർക്കണം. ഒരു കാര്യം ചെയ്യും, ആ സൈഡിൽ നിന്ന് ആര് വന്ന് നീ നോക്കിക്കോ. ആ ശരി, ഈ സൈഡ് ആര് വരുന്നത് ഞാൻ നോക്കിക്കോളാം. ആയിക്കോട്ടെ. ഏയ് അതെ, വണ്ടി നിർത്ത്. സാറേ, ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിട്ട് വരിക സാറേ. ഈ സമയത്ത് ഇവിടെ എന്താടാ പണി? സാറേ, ഒരു ചെറിയ പണിയായിട്ട് പോയതാ. അതെന്താടാ പറ. സാറേ ഒന്നില്ല സാറേ, ഒന്നില്ല സാറേ. എവിടെ നടാ വരുന്നേ? സാറേ, ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്നാ വരുന്നത് സാറേ. ഒറ്റ അടിയൊന്നല്ല. പോടാ. കരണ്ട് വരാൻ കുറച്ച് സമയം എടുക്കും തോന്നുന്നു. നീ നല്ലവണ്ണം വാതിലടച്ച് കിടക്കട്ടോ. ശരി ചേട്ടാ. എന്തെങ്കിലും എമർജൻസി ആണെങ്കിൽ എനിക്ക് വിളിക്കുക. എന്നെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട, ചേട്ടൻ സൂക്ഷിച്ചു പോകൂ. ശരി. ഇന്ന് ഇവിടെ അവസാനത്തെ വീട്ടിൽ നമ്മൾ മോട്ടിക്കാൻ പോകുന്നു. ഭവാനി ശങ്കറിന്റെ വീട്ടിൽ മോട്ടിച്ചതിന് ശേഷം ഇന്ന് രാത്രി തന്നെ നമ്മൾ ഈ നാട് വിടണം. എന്തു പറയുന്നു? ശരി. ഛേ, ആ കിളവൻ മേളിലേക്ക് ടിക്കറ്റ് വാങ്ങിച്ചെന്ന് തോന്നുന്നു. അതെ. ശ്രീനിവാസ, ദേവാ, നമ്മുടെ പ്ലാനിൽ മാറ്റം വരുത്തേണ്ട കാര്യമില്ല. നമുക്കിന്ന് രാത്രി തന്നെ സ്ഥലം വിടാം. അങ്ങനെയാണോ പറയുന്നത്? എന്നാ ശരി, വാ. ഛേ, എന്ത് പറ്റി ഈ വണ്ടിക്ക്? എപ്പോ നോക്കിയാലും എന്തെങ്കിലും ഒരു പ്രോബ്ലം.
ആ ആ, അങ്ങനെ തന്നെ അങ്ങനെ തന്നെ. ആഞ്ഞു തള്ളിക്കോ. ഇടിക്ക ഇടിക്ക, ആഞ്ഞിടിക്ക, ബലത്തിലിടിക്ക. ഇടിക്കടാ, ആഞ്ഞിടിച്ചോടാ. പൊടിയാറായി പൊടിയാറായി. പോലീസ് ഓഫീസേഴ്സിന്റെ ഭാര്യമാരെ അവർ കൊന്നുകൊണ്ടിരിക്കുന്നത്. അത് സിമ്പിളോ സിഗ്നേച്ചറോ അല്ല. അവനെന്തോ പറയാൻ ശ്രമിക്കുകയാണ്. ഈ ബിനോയ് ദേവൻ എന്തിനാണ് കൊന്നത്? What is the connection?